നമ്മളിന്ന് ഷേർലി ഹിൽസിൽ ക്രോഡനിലെ വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ്. ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്ത്, പക്ഷേ എൻ്റെ ഡ്രോൺ ലോസ്റ്റായി. DJIയുടെ മാപ്പ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഏരിയ നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ കണ്ടുപിടിക്കും? മാപ്പ് നമ്മളെ എക്സാക്ട് സ്പോട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ട് ഡെവ് അവിടെ കിടക്കുന്ന കണ്ട് എന്നെ വിളിച്ച് കാണിച്ചു. ആ ഷോട്ട്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് വാ. ദിസ് ഇസ് ക്യാമറമാൻ സജീവ്. വെൽക്കം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു സ്പെഷ്യൽ സ്ഥലം കാണിക്കാനാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ആഡിങ്ടൺ ഹിൽസ് എന്നാണ്. ഞാൻ ഇൻട്രോയിൽ ഷേർലി ഹിൽസ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ആഡിങ്ടൺ ഹിൽസ്. അപ്പർ ഷേർലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആഡിങ്ടൺ ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രോയ്ഡൺ കൗൺസിലാണ് ഈ സൈറ്റ് മാനേജ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഓൾഡ് ആഡിങ്ടൺ പാരിഷ്. ഈ സ്ഥലം മെയിൻലി യൂസ് ചെയ്യുന്നത് വോക്കേഴ്സ്, റണ്ണേഴ്സ്, ഡോഗ് വോക്കേഴ്സ്, സ്കൂൾ ചിൽഡ്രൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മെയിൻ അട്രാക്ഷനാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോണ വ്യൂ പോയിൻ്റ്. ഇവിടെ നമുക്ക് ലണ്ടനിലെ ഷാഡെല്ലാം നമുക്ക് കാണാം. ക്രോയ്ഡനിലെ ടോളസ്റ്റ് ബിൽഡിംഗ് കാണാം. ഇതിൻ്റെ അകത്തൊരു ചൈനീസ് റെസ്റ്റോറൻറ്റും ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. തറയിൽ നോർത്തിൻ്റെ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. Look at the view, it's amazing. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ക്ലിയർ ആയിരുന്നേ. ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ക്രോയ്ഡനിലെ ടൗൺ സെൻറ്ററാണ് ഈ ലെഫ്റ്റിൽ കാണുന്ന ടോൾ ബിൽഡിങ്സ് നിൽക്കുന്നത്. ഈ ഓപ്പൺ ഗ്രീൻ ഏരിയ ഒരു ഗോൾഫ് കോഴ്സാണത്. എൻ്റെ വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയിലെ എഡിറ്ററാണ് വന്ന് എൻ്റെ ഷോട്ട്സൊക്കെ ഒന്ന് എടുത്തു തരുന്നത്. Check out this 360-degree view of Croydon and the surrounding area. ഈ സ്ഥലങ്ങളൊക്കെയാണ് സുജിത് ഭക്തനും നമ്മളെ മല്ലു ട്രാവലൊക്കെ ക്രോയ്ഡനിൽ വന്നപ്പോൾ മിസ്സായിപ്പോയത്. അവർക്ക് സമയമില്ലാതായിപ്പോയി. മേ ബി നെക്സ്റ്റ് ടൈം ഐ കൻ ഷോ ദം അറൗണ്ട്. ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ വിഷ്വൽസൊക്കെ ഇത്തിരി ഡള്ളായിട്ടിരിക്കുന്നത്. ഈ വുഡ്സിൻ്റെ ഇടയിൽ ഈ ഫുട്പാത്തൊക്കെ കണ്ടില്ലേ, എന്ത് നല്ല വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡ്രോൺ ഇപ്പം എന്താണ്ട് തിരിച്ച് കറങ്ങി സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തി. ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സാധനം കണ്ട, അതൊരു വിൻമില്ലാണ്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എത്തുമ്പോൾ പറയാം. ഗോൾഫ് കോഴ്സ് നമുക്കിപ്പോൾ എത്തിക്കൂടെ ക്ലിയർ ആയിട്ട് കാണാം. നല്ല വെതറായിരുന്നെങ്കിൽ ലണ്ടൻ സിറ്റിയുടെ സ്കൈലൈൻ എത്തിക്കൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. അങ്ങ് ദൂരെ നിൽക്കുന്ന ടോൾ ബിൽഡിങ്സ് എല്ലാം സെൻട്രൽ ലണ്ടൻ ആണെന്ന് ആലോചിക്കണം. എന്തായാലും ഇവിടെ നിന്ന് അവിടെ മേലെ ഡ്രോൺ ഫ്ലൈ ആക്കത്തില്ല. സോറി. Here's another view of the windmill. അതിൻ്റെ ചുറ്റും വീടുകളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട്. ഈ വിൻമില്ല് നിൽക്കുന്ന ഏരിയ പണ്ടൊരു സ്കൂളിൻ്റെ സൈറ്റായിരുന്നു, ജോൺ റസ്കിൻ സ്കൂൾ. അത് 1991 ഡിമോളിഷ് ചെയ്തിട്ട് ഒരു ഹൗസിംഗ് എസ്റ്റേറ്റ് ആക്കി. ലണ്ടനിലെ ആനവണ്ടിയൊക്കെ പോകണുണ്ടല്ലേ, അത് റൂട്ട് 466 ആണത്. വിൻമില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു കൊലോമ കോൺവെൻറ്റ് ഗേൾസ് സ്കൂളാണ്.
അത് ഒരു കാത്തലിക് സ്കൂളാണ്, aged 11 to 18. The school was founded in 1869 by the Ladies of Mary, now known as the Daughters of Mary and Joseph. I can't believe that you can see the shot from this viewpoint. It's amazing. That's actually an office building. The company അറിയില്ല. The Shard is a 72-story skyscraper designed by the Italian architect Renzo Piano in Southwark. This colourful building is Croydon's second tallest building, standing at 134 meters high. ഈ ഷോട്ടിൽ ഒരുപാട് ക്രെയിൻസ് കാണാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ വർഷമായി. ഇവിടെ ഒരു പ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, ക്രോയ്ഡൻ മില്ലനറി ഇയർ 1960 ആണെന്ന് കാണിക്കുക. Addington Hills is surrounded by residential properties. ഇവിടെ വെച്ച് ഡ്രോണിൻ്റെ സിഗ്നൽ ലൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം പാനിക് മോഡിലാണ് ഞാൻ. ഞാൻ അങ്ങനെ റിമോട്ട് കൺട്രോളിൽ റിട്ടേൺ ടു ഹോം ബട്ടൺ ഞെക്കിയപ്പോഴാണ് അതിൻ്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി. ഈ സമയത്താണ് ബാറ്ററി ലോ വാർണിംഗും കാണിക്കുന്നതും നോ ഫ്ലൈ സോൺ ഏരിയയിൽ എത്തിപ്പോയെന്നൊക്കെ കാണിച്ച് ഓട്ടോമാറ്റിക് റിട്ടേൺ ടു ഹോം അത് ക്യാൻസലായി വരുന്നത്. ഓട്ടോമാറ്റിക് റിട്ടേൺ ടു ഹോം ക്യാൻസലായതിനു ശേഷം ഞാൻ മാനുവലി ലാൻഡ് ചെയ്യാൻ നോക്കി, നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അത് പറ്റിയില്ല. അങ്ങനെ പെട്ടെന്നൊരു ഓപ്പൺ സ്പേസ് കണ്ട് അവിടെ ലാൻഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് കട്ടായി. അങ്ങനെ അത് ഈ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തതായിട്ട് മാപ്പിൽ കാണിച്ചു. ഹലോ ഗായ്സ്, ഇത് നേരെ കാണാമൊക്കെ ഒന്നറിയില്ല. എൻ്റെ ഡ്രോൺ ലോസ്റ്റായി, ഞാൻ അതും തിരക്കി പോണു. ഷേർലി ഹിൽസിൽ കോണ്ടൻറ്റ് എടുക്കാൻ വന്നതാണ്. അറിയാൻ വയ്യ, നേരെ ക്ലിയറായിട്ട് കിട്ടുന്നില്ലേ, ഫ്രെയിം എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഡ്രോൺ പോയി, ഡ്രോണിൻ്റെ മാപ്പിൽ ഫോളോ ചെയ്തുകൊണ്ടുവന്നു. അങ്ങോട്ട് പോകണമായിരിക്കും, അങ്ങോട്ട് പോയി നോക്കാം. ഡ്രോണും തിരക്കി ഇങ്ങനെ നടക്കുന്ന മാപ്പും ഫോളോ ചെയ്തു. റൈറ്റ് ഡയറക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി വിൽ ഫൈൻഡ് ഇറ്റ്. എൻ്റെ ഫ്രണ്ട് ഡെവ് ആണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, ബിഹൈൻഡ് ദ സീൻസ് ഫുട്ടേജ്. ഈ കാട്ടിൻ്റെ ഇടയിൽ എങ്ങനെ കണ്ടുപിടിക്കുമോ എന്തോ. കണ്ടുപിടിച്ചേ പറ്റൂ. 550 പൗണ്ടാണ് അതിൻ്റെ വില. ഈ ചെറിയ കുന്നിലൂടെയൊക്കെ കയറി പോകണമെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. We're still going in the right direction. We're nearby. Oh my God, you won't believe it. There's my drone. The map took me all perfectly to the spot, man. There it is. Dev found it. This map is unbelievable. Seriously, this is not a setup.
Literally fell out the sky, bro. Jesus. ആ ഡ്രോൺ കിട്ടിയ എൻ്റെ സന്തോഷം നോക്ക്. ആശാനെ ഇനിയെങ്കിലും കൊണ്ട് കളയല്ലേ. നമ്മൾ തിരിച്ച് കാറിലോട്ട് പോയാണ് ആ വിൻമിൽ കാണാനായിട്ട്. എന്തായാലും ഈ സ്ഥലം അടിപൊളിയല്ല. ഇവിടെ ആരാ മരത്തിലൊരു സ്വിങ് ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനും അഡൾട്ട്സിനും കളിക്കായിരിക്കും വെയിറ്റ് കുറവാണെങ്കിൽ. ഇതാണ് ഷേർലി വിൻമിൽ. ഇതൊരു ഗ്രേഡ് 2 ലിസ്റ്റഡ് ബിൽഡിംഗ് ആണ്, ബേസ്ഡ് ഇൻ ലണ്ടൻ ബറോ ഓഫ് ക്രോയ്ഡൻ. ഈ ഗ്രേഡ് 2 ലിസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് പ്രിസർവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഈ മില്ലിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടവർ മില്ലെന്നാണ് പറയുന്നത്. വിൻമില്ലിൻ്റെ പഴയ ഫോട്ടോ ആണ് കണ്ട. ചുറ്റും സ്കൂളായിരുന്നു അന്ന്. ഇത് വിൻമില്ലിൻ്റെ സൈഡിലൊരു ബിൽഡിംഗ് നിൽപ്പുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഫുള്ളി ഓവർഗ്രോൺ ആണ് ഇപ്പം അതിൻ്റെ ചുറ്റും. ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ് ഈ വിൻമില്ല്. അവരുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഫുള്ളി അവൈലബിൾ ആണ്. 1808 തൊട്ട് ഈ സൈറ്റിലൊരു വിൻമില്ല് ഉണ്ട്. പക്ഷെ അത് 1854 ഒരു ഫയർ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്ത്. അതിനുശേഷം ഇതിൻ്റെ ഓണറിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ബ്രിക്ക് വേർഷൻ ബിൽഡ് ചെയ്തത്. 1880 വരെ ഇതിൻ്റെ ഒറിജിനൽ ഫാമിലി ഈ മില്ല് യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ വിറ്റ് വേറൊരാൾ മേടിച്ചു. അദ്ദേഹം 1892 വരെ ഇത് മില്ലായിട്ട് റൺ ചെയ്തു, പക്ഷേ ആനിമൽ ഫീഡ് ഉണ്ടാക്കാനായിട്ട്. 1899-ലും 1906-ലും ഈ വിൻമില്ലിന് ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ ക്വിക്ക് തിങ്കിങ് ക്രോയ്ഡൻ ഫയർ ബ്രിഗേഡാണ് ഇതിനെ സേവ് ചെയ്തത്. ഇത് സേവ് ചെയ്തെങ്കിലും ഇതിൻ്റെ സെയിലും ഫാൻ ടെയിലും സിവിയർലി ഡാമേജ്ഡ്. 1920s-ൽ ഒരു ലോക്കൽ റെസിഡൻറ്റ് ജോർജ് ഗിവൻ എന്ന് പറഞ്ഞ വെൽത്തി ആൾ ഈ ലാൻഡും മില്ലും പർച്ചേസ് ചെയ്ത് ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി. റെസ്റ്റോറേഷൻ വർക്ക് 1936 വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തായിരുന്നു. ഈ ബ്രിക്ക് വർക്ക് നമുക്ക് പാച്ച് ചെയ്തിരിക്കുന്നതൊക്കെ കാണാം. 1951-ൽ ഈ മില്ലും ഇതിൻ്റെ അടുത്തുള്ള ലാൻഡും ക്രോയ്ഡൻ കോർപ്പറേഷൻ മേടിച്ചായിരുന്നു. ആ സ്ഥലത്ത് അവരൊരു സ്കൂള് ബിൽഡ് ചെയ്തായിരുന്നു. 1996-ൽ അവർക്ക് ഹെറിറ്റേജ് ലോട്ടറി ഫണ്ടിൽ നിന്നൊരു ഗ്രാൻഡ് കിട്ടി ഈ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന് കണ്ട് എൻജോയ് ചെയ്യാം. നമ്മളിതിവിടെ ഫിലിം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലോക്കൽ റെസിഡൻറ്റ് വന്ന് നമ്മളടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവരിത് ഈ വിൻമില്ല് ചേഞ്ചിങ് റൂമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സീസൺ സമയത്ത് ഇതിൻ്റെ അകത്ത് 30 to 60 മിനിറ്റ് ടൂർ കൊടുക്കാറുണ്ട്. This is a painting of the old mill. ഇവിടെ വരെ കണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, and don't forget to subscribe. This is cameraman Sajeev signing out.